കൊച്ചിയിൽ മോഡലിംഗ് മോശം ഞാൻ പറയില്ല, പക്ഷെ കൊച്ചിയിൽ ഡ്രഗ്സ് കിട്ടാൻ ഭയങ്കര ഈസിയാണ്. ഇത് ബാംഗ്ലൂരേക്കാളും? അതെ. അതെന്താ കാര്യം? സത്യം ഞാൻ പറയുക, ബിക്കോസ് കൊച്ചിയിൽ എല്ലാവരും ഇപ്പൊ ഞാൻ പറയാം, മെറൈൻ ഡ്രൈവിൽ പോയിക്കോ, ചുമ്മാ പോയിട്ട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ ഉണ്ടാവും. കൊച്ചിയിൽ വ്യാപകമാണ് ലഹരി. അതെ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഡ്രഗ് കിട്ടുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ വാങ്ങിക്കുന്നത്. നിങ്ങൾ ആരുടെയാണ്? അങ്ങനെയൊക്കെ ലൈക്ക് നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല യൂസ് ചെയ്താണെന്നൊക്കെ. നൈസർ പോയി ചോദിക്കണം എന്താ. അങ്ങനെ സ്ഥിരം തരുന്ന ഒരു റാക്കറ്റ് ഉണ്ടോ? സ്ഥിരമായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് എടുക്കില്ല. നിങ്ങൾ വാങ്ങില്ല? അതുകൊണ്ട് പോലീസ് ലോട്ട്സ് ഓഫ് പീപ്പിൾ. നമുക്കിങ്ങനെ ഡെയിലി വേണമെന്നില്ലല്ലോ. വല്ലപ്പോഴും വരുമ്പോൾ നോക്കുക, ശരി നോക്കട്ടെ. എവിടെയൊക്കെയാ കൊച്ചിയിൽ എവിടെയൊക്കെയാ ഈ ഡ്രഗിന്റെ ഇടപാടുകളുള്ളത്? മറൈൻ ഡ്രൈവിലുണ്ട്, പിന്നെ എവിടെയൊക്കെയാ ഉള്ളത്? അങ്ങനത്തെ പബ്ലിക് പ്ലേസസിൽ മിക്കയിടത്തുണ്ട്. പരസ്യമായിട്ട് വിൽക്കുന്നുണ്ട്? അതെ. അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന ന്യൂസിൽ പറഞ്ഞതൊക്കെ കേട്ട് ചിരി വരുന്നത് അങ്ങനൊന്നും അല്ല. ലോഡ്ജിലോ അവിടെയൊന്നും അല്ല, ഒരിക്കലും അല്ല. യെസ്, പരസ്യമായി പൊതുവിപണിയിൽ കിട്ടാനുണ്ട്. ഐ സീൻ ബോയ്സ് പോക്കറ്റ് നിറയെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. ഒരു വട്ടം സ്റ്റേഡിയം പോയിട്ട് ചോദിച്ചു കൊടുക്കുവോ 0.5 വേണം വേണം വേണം. കൊച്ചി നെഹ്റു സ്റ്റേഡിയം? യെസ്, കലൂർ സ്റ്റേഡിയം. എന്ത് MDMA വേണോന്ന്? യാ. അവിടെ പോലീസും പരിശോധന ഒന്നുമില്ല? പോലീസും പരിശോധന ഇല്ലെന്നല്ല, ദേ ആർ വെരി വിജിലന്റ്, ദേ ആർ വെരി കണ്ണിങ് ദ ബോയ്സ്. അവരിങ്ങനെ നോക്കും, പോലീസ് എല്ലാ സമയം നോക്കി നൈസായിട്ട് വേടോ 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 പറഞ്ഞൊക്കെ പോകും. പ്രധാനമായിട്ട് ഇപ്പൊ ഈ സിന്തറ്റിക് ഡ്രഗ് ആണ് കൂടുതലും മെയിൻലി പോകുന്നത്. നിങ്ങളുടെ ഈ സുഹൃത്തുണ്ടല്ലോ, അന്ന് പിടിയിലായി അൽക്കാബോണിനെ പിടിച്ച ഫ്ളാറ്റിൽ കൊണ്ടുവച്ച ഡ്രഗ് കൊക്കയും കൊണ്ടുവച്ച സുഹൃത്ത്, പുള്ളിക്ക് ഈ വിൽപ്പന ഉണ്ടോ അറിയാവോ? ഇല്ല, പുള്ളി ഉപയോഗിക്കാൻ കൊണ്ടുവന്നാണ്. പക്ഷെ എവിടെ നിന്നായിരിക്കും കിട്ടിയത്? അതെനിക്കറിയില്ല. ഈ അൽക്കാബോണിക്ക് നിങ്ങളുടെ പെൺ സുഹൃത്തുക്കളുണ്ടോ? അതോ ഉണ്ട്, അവരുപയോഗിക്കും? ഉപയോഗിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മോഡലിംഗിന്റെ മറവിൽ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ചും ലഹരി ഇടപാടുകളെക്കുറിച്ചും കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ നടത്തിയത് പ്രമുഖ മോഡൽ അൽക്കാബോണിയാണ്. ഇപ്പോൾ കൂടുതൽ പേർ ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറയുന്നുണ്ട്. കൊച്ചിയിലെ പ്രമുഖ മോഡലിംഗ് കമ്പനിയായ തജാസ് കമ്പനിക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത് കാസർഗോഡ് സ്വദേശിനിയായ പെൺകുട്ടിയാണ്. തജാസിന്റെ CEO ബിലാലിൽ നിന്ന് ദുരനുഭവം നേരിട്ടതായി മോഡൽ വെളിപ്പെടുത്തുന്നു. ഫോട്ടോഷൂട്ടിന്റെ പേരിൽ ശരീരത്ത് മോശമായി സ്പർശിക്കുന്ന രീതിയുണ്ട്. അശ്ലീല ഫോട്ടോകളും ഇതിന്റെ മറവിൽ പകർത്തുന്നതായും പെൺകുട്ടി ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. തന്റെ കരിയർ തകരാതിരിക്കാൻ ഇക്കാര്യങ്ങളൊന്നും സ്വന്തം വീട്ടിലോ മറ്റ് ആളുകളോടോ ബന്ധുക്കളോടോ ഒന്നും തുറന്നു പറയാൻ പോലും അന്ന് തയ്യാറായില്ല. നിരവധി പെൺകുട്ടികളാണ് സമാനമായ രീതിയിൽ മോഡലിംഗിന്റെ മറവിൽ ചൂഷണം ചെയ്യപ്പെടുന്നതെന്നും പെൺകുട്ടി ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. തജാസ് മോഡലിംഗ് കമ്പനിയിലെ ഒരു മോഡലായിരുന്നു ഞാൻ. അപ്പോൾ തജാസിൻ്റെ CEO ബിലാൽ, അദ്ദേഹത്തിൻ്റെ ശരിക്കുമുള്ള പേര് ഷഹീൻ ഷാ എന്നാണ്. ഫോട്ടോഷൂട്ട് എന്നൊക്കെ പേര് പറഞ്ഞിട്ട് എന്നെ യൂസ് ചെയ്യുകയാണ് ഉണ്ടായത്. ഞാനൊരു മൈനറാണ്. അപ്പോൾ ഫോട്ടോഷൂട്ട് എടുക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേഹത്ത് തൊടുകയും അശ്ലീലമായി ഫോട്ടോ എടുക്കുകയും അതിനൊക്കെ ശ്രമിക്കുകയാണ് ബിലാൽ ചെയ്യുന്നത്. ഇതെൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. വീട്ടിൽ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല, കാരണം മോഡലിംഗ് എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. മോഡലിംഗ്, ഫിലിം ഫീൽഡൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഇതിനെപ്പറ്റി വീട്ടിൽ പറഞ്ഞാൽ മോഡലിങ്ങിൽ ഇനി എന്നെ വിടില്ല എന്ന് വെച്ച് വീട്ടിലും എനിക്ക് പറയാൻ പറ്റിയില്ല. പിന്നെയാണ് ഒരുപാട് വേറെ പെൺകുട്ടികൾക്ക് ഇതേ അനുഭവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും. അപ്പോൾ മോഡലിംഗ് കമ്പനി എന്നൊരു പേരിൽ അതിൻ്റെ മറവിൽ നിന്ന് കുറേ ഗേൾസിനെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ബിലാലിൻ്റെ എപ്പോഴുള്ള പണി. ഫോട്ടോഷൂട്ടിന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗേൾസിനെ അധികം യൂസ് ചെയ്യുന്നത്. ദേഹത്ത് പെർമിഷൻ ഇല്ലാതെ തൊടുകയും നമ്മൾ ഡ്രസ്സ് മാറ്റുമ്പോൾ അവിടെ വന്ന് നിൽക്കുകയും ഇങ്ങനെയൊക്കെയാണ് ബിലാൽ ചെയ്യുന്നത്. എനിക്കും 1-2 തവണ അനുഭവം ഉണ്ടായിട്ടുണ്ട്. തള്ളി മാറ്റാനോ തട്ടി മാറ്റാനോ പറ്റിയില്ല ഒരു നിമിഷത്തിൽ. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ വേറെ ഒരു പെൺകുട്ടികൾക്കും വരാൻ പാടില്ല എന്ന് പേഴ്സണലി എനിക്ക് ആഗ്രഹമുണ്ട്. മോഡലിങ്ങിലേക്ക് ഞാൻ എന്താഗ്രഹിച്ചാണ് കയറിയത് എന്നെല്ലാം ബിലാലിന് അറിയാമായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രീംസ് മിസ്യൂസ് ചെയ്യുകയും എനിക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ട് അതൊക്കെ ഫേക്ക് ചെയ്യുകയും അതിലൂടെ എന്നെ ഉപയോഗിക്കുകയാണ് ബിലാൽ ചെയ്തത്. ഇതെൻ്റെ മാത്രം എക്സ്പീരിയൻസ് അല്ല, ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതേ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്.
നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഇന്നലെ പ്രമുഖ മോഡലായിട്ടുള്ള അൽക്കാ ബോണി തുറന്നു പറഞ്ഞത് ഈ മോഡലിംഗിന്റെ മറവിൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന പ്രവണതയുണ്ട്. പക്ഷെ അവിടെ യെസ് അല്ലെങ്കിൽ നോ പറയാനുള്ള ചോയ്സ് തങ്ങളുടേതാണ്. ഇതുപോലുള്ള അനുഭവങ്ങൾ പലരും മോശമായി പെരുമാറാം. പക്ഷേ അവിടെ ഇവരുടെ മുന്നിൽ ഈ മോഡലിംഗ് കമ്പനികളുടെ ഉടമകൾ അതല്ലെങ്കിൽ ഇതിൻ്റെ നടത്തിപ്പുകാർ ഇവർക്ക് മുന്നിൽ വഴങ്ങേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്, ചിലർക്ക് ഉണ്ടാകാറുണ്ടെന്ന് പറയുന്നു. അത് സ്ഥിരീകരിക്കുന്നതാണ് ഇന്ന് നമ്മൾ ന്യൂസ് 18 പുറത്തുവിട്ട ഈ യുവ മോഡലിൻ്റെ വെളിപ്പെടുത്തൽ. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്, +2 പഠിക്കുന്ന പെൺകുട്ടി. പലതവണ ഈ ഒരു മോഡലിംഗ് കമ്പനിയുടെ സിഇഒയുടെ ഭാഗത്തുനിന്ന് മോശമായ രീതിയിലുള്ള പല ദുരനുഭവങ്ങളും ഉണ്ടായി. തനിക്ക് മാത്രമല്ല പല പെൺകുട്ടികൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഫോട്ടോഷൂട്ടിൻ്റെ പേരിൽ ശരീരത്തെ മോശമായി സ്പർശിക്കും, മറ്റു പല രീതിയിലും തങ്ങൾ ചൂഷണത്തിന് ഇരകളാകുന്നുണ്ട് എന്ന് പെൺകുട്ടികൾ തുറന്നു പറയുമ്പോൾ ഈ മോഡലിംഗ് രംഗത്തെ ഒരു അപകടകരമായ സാഹചര്യത്തെ തുറന്നു കാട്ടുകയാണ് ന്യൂസ് 18. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ വെളിപ്പെടുത്തലാണ് ഈ പെൺകുട്ടി നടത്തിയത് നവമി? ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് തന്റെ കുടുംബത്തിൽ, അതായത് താനിങ്ങനെ മോഡലിംഗ് രംഗത്തിലേക്ക് വന്നത് അത് വലിയ പ്രശ്നങ്ങൾക്കൊടുവിലാണ്. അതായത് ആ തുടക്ക സമയത്ത് പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. അപ്പോൾ ഈ മോഡലിംഗ്, സിനിമാ മോഹം, സിനിമാ അഭിനയമൊക്കെ ആ കുട്ടിയുടെ സ്വപ്നമാണ്. അപ്പോൾ വീട്ടുകാരെയൊക്കെ കൺവിൻസ് ചെയ്തിട്ടായിരിക്കും ആ കുട്ടി മോഡലിംഗ് രംഗത്തേക്ക് വന്നത്. അത് കൃത്യമായി ബിലാലിനറിയാം. തന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തനിക്ക് എത്രമാത്രം പ്രതിസന്ധികളുണ്ട്, തന്റെ ആഗ്രഹങ്ങൾ എന്താണ്, തന്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് ബിലാലിന് കൃത്യമായി അറിയാം. ഇത് തന്നെയാണ് ബിലാൽ ഇവിടെ മുതലെടുത്തതും. താൻ ലൈംഗികമായി ഈ കുട്ടിയെ ചൂഷണം ചെയ്താലും അല്ലെങ്കിൽ പെൺകുട്ടികളെ, ബിലാലിനെ പോലുള്ളവർ പെൺകുട്ടികളെ ഇത്തരത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്താലും അവർ കുടുംബത്തിലോ അല്ലെങ്കിൽ പോലീസിലോ പോയി പരാതിപ്പെടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർ ഇത്തരത്തിൽ പ്രവർത്തികൾ ഈ പെൺകുട്ടികളോട് ചെയ്യുന്നത്. വലിയൊരു ചതിക്കുഴിയിലേക്ക് ഇവരെ തള്ളിയിടുന്നത്. അത് തന്നെയാണ് ഈ കാസർഗോഡുള്ള ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും പറയുന്നത്. തന്റെ സ്വപ്നം എന്താണ്, അല്ലെങ്കിൽ തനിക്കിങ്ങനെ മോഡലിങ്ങിനോടൊക്കെ വലിയ താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. പക്ഷെ അവിടെ നിന്ന് നേരിട്ടത് വളരെ മോശകരമായിട്ടുള്ള അനുഭവമാണ്. ബിലാൽ തന്നെ മോശമായി പെരുമാറി, താൻ അനുവാദമില്ലാതെ തന്റെ ശരീരത്തിൽ തൊട്ടു. പ്രധാനമായും ഫോട്ടോഷൂട്ടിനാണ് വിളിക്കുന്നത്. ഈ ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ തന്നെ ഈ വസ്ത്രം മാറുമ്പോഴൊക്കെ അവിടെ നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിനിടയിലൊക്കെ അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുകയും തന്നോട് മോശമായി പെരുമാറുകയും ഒക്കെ സാഹചര്യമുണ്ട്. പലപ്പോഴും ഈ കാര്യം കുടുംബത്തിൽ പറഞ്ഞാൽ പിന്നീട് തന്റെ മോഡലിങ്ങിനെ അത് ബാധിക്കും. ചിലപ്പോൾ മോഡലിങ്ങിന് വിടില്ല, അല്ലെങ്കിൽ സിനിമാ അഭിനയത്തോട് ആ വീട്ടുകാരെ എതിർപ്പ് പറയും. ഇതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും പലപ്പോഴും പെൺകുട്ടികൾ ഇത് പുറത്ത് പറയാതിരിക്കുന്നതും. കാസർഗോഡുള്ള പെൺകുട്ടിയും അത് തന്നെയാണ്. ഇപ്പോഴും ആ പെൺകുട്ടി മാതാപിതാക്കൾക്ക് ഇക്കാര്യം അറിയില്ല. കാരണം തന്നെ മോഡലിങ്ങിനെ അവർ വിലക്കുമെന്നുള്ളൊരു ഭയം കൊണ്ടാണ് അവർ പറയാത്തത്. പക്ഷേ ഇതിന് പിന്നിലുള്ള വലിയ ചതിക്കുഴികൾ, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ അത് ഇനി എങ്ങനെയാണ് അവരുടെ ഭാവി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നിൽക്കുന്ന സാഹചര്യമാണ്. കാരണം എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് ഇന്ന് അൽക്കാ ബോണി അതുതന്നെയാണ് കാരണം. ഇത്തരം ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, ഇത്തരം ദുരനുഭവം ഉണ്ടായിട്ടും സ്വന്തം വീട്ടിൽ പോലും ഇതുപോലുള്ള ഈ ദുരനുഭവത്തെക്കുറിച്ച് പറയാൻ സാധിച്ചില്ല. തൻ്റെ കരിയറിനെ ബാധിക്കും. പലരും വീട്ടില് മാതാപിതാക്കൾക്ക് ഇതിനോട് താല്പര്യമില്ലെങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്ന് വലിയ സമ്മർദ്ദം ചെലുത്തിക്കുകയാണ് അവരുടെ ഈ ഒരു പ്രൊഫഷനിലേക്ക്, വലിയ സ്വപ്നം കണ്ടുകൊണ്ട് ഈ പ്രൊഫഷനിലേക്ക് വരുന്നത്. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ പല പെൺകുട്ടികളുടെയും ജീവിതം തന്നെ തകർത്തിട്ടുണ്ട്, കരിയർ തകർത്തിട്ടുണ്ട്. ഇവർ പോലീസിൽ പരാതിപ്പെടാത്തതിൻ്റെ കാരണം എന്തായിരിക്കാം നവമി? ഒന്നാമത്തത് കാര്യം ടോം, ഇത്തരത്തിൽ ഈ ഒരു വിഷയം പോലീസിന് പരാതിപ്പെടുമ്പോൾ പിന്നീട് ആ പെൺകുട്ടികൾ ഈ പോലീസ് മുന്നിലേക്ക് മൊഴിയെടുക്കാൻ വേണ്ടി നിരന്തരം വരേണ്ടി വരുന്നു. പിന്നീട് ഈ കുടുംബവും അല്ലെങ്കിൽ നാട്ടുകാരും മാധ്യമങ്ങളിലൂടെ വാർത്തയാവുകയാണെങ്കിൽ അതുമൊക്കെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് തന്റെ കരിയറിന് അല്ലെങ്കിൽ തന്റെ ഭാവിക്ക് ഇത് വളരെ രീതിയിൽ മോശമായി ബാധിക്കും. അല്ലെങ്കിൽ ഈ ബിലാലിനെ പോലുള്ളവർക്ക് ഈ പോലീസുമായിട്ട് നല്ല സ്വാധീനമുണ്ടെങ്കിൽ അവിടെയും വീണ്ടും ഇരയാക്കപ്പെടുന്നത് ഈ പെൺകുട്ടി തന്നെയായിരിക്കും. ഇതൊക്കെ ആയിരിക്കും പ്രധാനമായും പെൺകുട്ടികൾ ഇത്തരം ചൂഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും
പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് വരാതെ അല്ലെങ്കിൽ പോലീസിനോട് ഇക്കാര്യം വെളിപ്പെടുത്താത്തതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മാതാപിതാക്കൾ പിന്നീട് ഈ ഫീൽഡിലേക്ക് പോകരുത്, അല്ലെങ്കിൽ തന്റെ ഈ മോഡലിംഗ് രംഗത്തേക്ക് വരരുതെന്ന് വിലക്കും, അല്ലെങ്കിൽ തന്റെ സിനിമാ മോഹം അതും കുടുംബം വിലക്കിയെന്ന് വരും. ഇതൊക്കെ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് വലിയ ആഗ്രഹങ്ങളാണ്. അവൾക്ക് ഈ മോഡലാവണം, അല്ലെങ്കിൽ ഒരു സിനിമ അത് തന്നെയാണ് നവമി സൂചിപ്പിച്ചതുപോലെ വീട്ടുകാർ ഒരു പക്ഷേ തങ്ങളുടെ ഈ കരിയറിനോട് തുടരേണ്ട, അതിനോട് പിന്നെ അനുമതി നൽകിയില്ല, അത്ര തങ്ങളുടെ സ്വപ്നങ്ങൾ പോലും തകരുമെന്നതുകൊണ്ടാണ് പോലീസിൽ പരാതിപ്പെടാത്തത്, സ്വന്തം വീട്ടിൽ പോലും ഇക്കാര്യങ്ങൾ അറിയിക്കാത്തതെന്നാണ് ഈ പെൺകുട്ടി തന്നെ തുറന്നു പറഞ്ഞത്. ഇപ്പോൾ പ്രമുഖ മോഡലും ചലച്ചിത്ര നടിയും കോഴിക്കോട് PVS നഴ്സിംഗ് സ്കൂളിലെ അധ്യാപികയുമായ നയന പ്രസാദ് സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. നയന, സ്വാഗതം. ഈ ഒരു നടക്കുന്ന ചില കാര്യങ്ങളാണ്, ഈ മോഡലിംഗ് രംഗത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ന്യൂസ് 18 കഴിഞ്ഞ 2 ദിവസമായി റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ പ്രമുഖ മോഡൽ അൽക്ക ബോണി ഈ മോഡലിംഗ് രംഗത്തെ ചൂഷണങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. ഇന്നൊരു മറ്റൊരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് പറഞ്ഞത്, ഒരു മോഡലിംഗ് കമ്പനിയുടെ CEO പലതവണ ചൂഷണം ചെയ്തു, ഒരിക്കൽ പോലും ഒരു നോ പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഫോട്ടോഷൂട്ടിൻ്റെ മറവിൽ, അതുപോലെ തന്നെ ഈ മോഡലിങ്ങിൻ്റെയൊക്കെ മറവിൽ ഇത്തരം ചൂഷണങ്ങൾ പല പെൺകുട്ടികൾക്കും ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൊച്ചിയിലടക്കം മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നയന. ഇതുപോലുള്ള സാഹചര്യങ്ങൾ നയനയ്ക്ക് വ്യക്തിപരമായി ഉണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ നയനയ്ക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഇതുപോലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായതായി അറിയാമോ? നമ്മൾ നോ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. കാര്യം ഒരാളുടെ അപ്രോച്ച്, എനിക്ക് തോന്നിയിട്ടുള്ളത് ആരും നമുക്ക് ഒരു കാര്യം ഫ്രീ ആയിട്ട് ചെയ്ത് തരില്ല. അതൊന്നും അങ്ങനെയുള്ള ഒരു കാര്യം ആദ്യം മനസ്സിൽ വെക്കുക. ദെൻ പ്രായപൂർത്തിയാവാത്ത അവരുടെ മനസ്സിൽ അവരെങ്ങനെയെങ്കിലും ഒരു നായികയാവുക അല്ലെങ്കിൽ ഒരു നല്ലൊരു മോഡൽ ആവുക എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അവരെങ്കിലും ചൂഷണം ചെയ്യാൻ അതിനെ നമ്മൾ മാക്സിമം ഇഗ്നോർ ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് മീൻസ് ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ കുറെ ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നൊക്കെ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പോ നമ്മള് ആൾക്കാർ നമ്മളോട് ചോദിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത്, ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ ആ ആളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഹലോ, നയനയുടെ ഒരു എക്സ്പീരിയൻസ് ഒരു പക്ഷേ പല പെൺകുട്ടികളും പല പെൺകുട്ടികളും ഈ +1 +2 പഠിക്കുന്ന കാലയളവിലാണ് മോഡലിംഗ് രംഗത്തേക്ക് വരുന്നത്, അതല്ലെങ്കിൽ ഒരു 18ാമത്തെ വയസ്സിൽ. പക്ഷെ നയന ഏത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് BSc നഴ്സിംഗ് പൂർത്തീകരിച്ച ശേഷമാണ് ഈ മോഡലിംഗ് രംഗത്തേക്ക് വന്നതെന്നാണ്. പക്ഷേ ഈ അങ്ങനെ നിങ്ങളെപ്പോലെ ഒരു പക്വതയായ ശേഷം ഇതിലേക്ക് ഇറങ്ങുന്ന പെൺകുട്ടികൾക്ക് ഇവിടെ നോ പറയാൻ കഴിയും. പക്ഷെ ചെറിയ പെൺകുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ ഇതുപോലുള്ള ദുരനുഭവം ഉണ്ടായ അവർ വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ഈ പ്രൊഫഷനിലേക്ക് വരുന്നവരാണ്. അവർക്ക് നോ പറയാനുള്ള ഒരു ധൈര്യം ആ പ്രായത്തിൽ ഉണ്ടാകുമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. പക്ഷെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. നയന, ഞാൻ ചോദിച്ചത് നയന BSc നഴ്സിംഗ് പൂർത്തിയായ ശേഷം, പഠനം പൂർത്തിയായ ശേഷമാണ് ഈ രംഗത്തേക്ക് വരുന്നത്. പക്ഷേ പല പെൺകുട്ടികളും, നിരവധി പെൺകുട്ടികൾ അവർ +1 +2 പഠിക്കുന്ന പ്രായത്ത്, ഒരു പ്രായപൂർത്തിയാകാത്ത സമയത്താണ് ഈ രംഗത്തേക്ക് വരുന്നത്. അവരുടെ മനസ്സിൽ ഈ മോഡലിംഗ് രംഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാം എന്നൊക്കെ വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട്. ഇതുപോലെ ഒരു ദുരനുഭവം ഈ മോഡലിംഗ് രംഗത്തെ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ നോ പറയാനുള്ളൊരു മനോഭാവം അല്ലെങ്കിൽ ആ പക്വത അവർക്കുണ്ടാകാറുണ്ടോ നയന? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല. കാര്യം സോഷ്യൽ മീഡിയ അത്രത്തോളം കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാര്യം ഓരോ ദിവസം നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഈ പറയുന്ന ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് എത്രയോ കുട്ടികളാണ് ഡെയിലി ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. കാര്യം ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഇവരെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു മോഡലിംഗ് കമ്പനിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏജൻസിയോ ഇവരെ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ സമയത്ത് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്നത്, ഞാൻ എവിടെയോ എത്തി, അല്ലെങ്കിൽ എനിക്ക് ഇതിപ്പം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ തരാന്ന് പറഞ്ഞു. പിന്നെ അവർ ഓഫർ ചെയ്യുന്ന ഒരു എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ഓഫർ ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങളായിരിക്കും ഇവരെ
മോഡലിംഗിൽ വരാൻ ആൾക്കാർ താല്പര്യപ്പെടുന്ന ഒന്ന് അവരുടെ പുറമേ ഉള്ള ഒരു സ്റ്റാറ്റസ്, ഭയങ്കര മീൻസ് കിട്ടുന്ന ഒരു പ്രതിഫലമൊക്കെ പ്രതീക്ഷ തന്നെ ആയിരിക്കും എല്ലാവരും തന്നെ ഈ ഒരു മോഡലിംഗ് രംഗത്തേക്ക് വരാനായിട്ടുള്ളത്. അപ്പം ഇതൊക്കെ തന്നെയായിരിക്കും അവർ ഓഫർ ചെയ്യുന്നുണ്ടാവുക. മീൻസ് ഒരു നോ പറയുന്നതിനപ്പുറത്തേക്ക് ചിലപ്പം ഓഫർ ചെയ്യുന്നുണ്ടാവായിരിക്കും. അപ്പോ ഇങ്ങനെയുള്ള ചതിക്കുഴികൾ അതിനകത്ത് ഉണ്ടെന്നുള്ളത് കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല. അവിടെ എത്തിപ്പെട്ടിട്ട് മീൻസ് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മീൻസ് അവർ ഓഫർ ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഒരുപാട് പൈസകളും കാര്യങ്ങളും. ഇപ്പം കുട്ടികളുടെ പക്വതയില്ലായ്മ അവരതിലേക്ക് വീഴ്ത്താനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ആദ്യം ഇതിനകത്ത് നമ്മൾ ഈ ഒരു രംഗത്തേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിനകത്താണ് ഈ പെൺകുട്ടി പോലും നമ്മോട് സംസാരിച്ച പെൺകുട്ടി പോലും പറഞ്ഞ കാര്യം ഇതാണ്. അവിടെ നോ പറഞ്ഞാൽ പിന്നീട് എൻ്റെ കരിയറിനെ ബാധിക്കും. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഒരു മേധാവിയോട് ഈ രീതിയിൽ നിഷേധാത്മകമായി സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സാധ്യതകളെ, കരിയറിനെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ നോ പറയാൻ തയ്യാറായില്ല, ചിലപ്പോൾ ഒരുപക്ഷെ വഴങ്ങേണ്ടി വന്നിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ള കുട്ടികളോട്, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പെൺകുട്ടികളോട് എന്താണ് പറയേണ്ടത്? ഇങ്ങനെ കരിയറിനെ ബാധിക്കാതെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? ഇതുപോലെ ഒരു ചൂഷണ മനോഭാവത്തോടു കൂടി നിൽക്കുന്ന പുരുഷന്മാരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ മറുപടി നൽകണമെന്നാണ് നയനയുടെ ഒരു അഭിപ്രായം? ഇപ്പം ഞാനിപ്പം ഒരു അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് ഇതിന്റെ പാരലലി ഞാൻ എന്റെ മോഡലിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള മെസ്സേജുകൾ വരാറുണ്ട്, ആവശ്യമില്ലാത്ത മെസ്സേജുകൾ വരാറുണ്ട്. അപ്പം എന്താണ് ആവശ്യമുള്ളത്, എന്താണ് ആവശ്യമില്ലാത്തത് എന്ന് ആദ്യം തിരിച്ചറിയാനുള്ള ഒരു അറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എന്തുദ്ദേശത്തിലാണ് അയാൾ എന്നെ എന്തെങ്കിലും നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ. എനിക്കിപ്പോ കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരാളുടെ മുന്നിൽ നമുക്ക് നമ്മളുടെ എന്ത് കാര്യമാണെങ്കിലും അടിയറവ് വെക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതേപോലെ ഒരാള് നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് അയാളുടെ പ്രവൃത്തികളിലായാലും അയാളുടെ സംസാരത്തിൽ നിന്നാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അതെല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ കാണട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതിനെ ഇഗ്നോർ ചെയ്ത് കളയുക, അല്ലെങ്കിൽ അവര് മാത്രമാണ് ഈ ഒരു ഇൻഡസ്ട്രി ഭരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മാത്രമാണ് ഭരിക്കുന്നത് എന്നുള്ളത് ഒരു തോന്നൽ മാത്രമാണ്. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് എല്ലാവരും നമുക്ക് ചെയ്തു തരുന്നത്. അതായത് ഇത് പോയാൽ വേറെ ഒന്നുമില്ല, ഇത് പോയാൽ നമ്മുടെ ജീവിതം നശിച്ചു, അല്ലെങ്കിൽ എന്റെ ആഗ്രഹങ്ങൾ ഇല്ലാണ്ടായി എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ആൻസറുകളായിരിക്കും ഈ പറയുന്ന ഒരു ഏജൻസികളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹയർ ലെവലിലുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷെ നമുക്ക് അതിനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ എത്ര നാൾ നമ്മൾ വെയിറ്റ് ചെയ്താലും അല്ലെങ്കിൽ എത്ര ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എനിക്കിങ്ങനെ വരുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നും അത് വേണ്ട, അല്ലെങ്കിൽ അയാളെ പറ്റി ഞാൻ ആ ഒരു വ്യക്തിയെ പറ്റി ഞാൻ അന്വേഷിക്കുമ്പോൾ നല്ലൊരു ഇമേജ് അല്ല അല്ലെങ്കിൽ നല്ലൊരു കാര്യമല്ല എനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ ഒരു ആൻസർ പറയുമ്പോൾ ചെയ്യാമെന്നുള്ള ആൻസർ പെട്ടെന്ന് അത് പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 ദിവസം ശരി ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. ആ ഒരു സമയം യൂസ് ചെയ്യേണ്ടത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ആരൊക്കെയാണ് ഇതിന്റെ പുറകിലുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് നല്ലതാണെങ്കിൽ പ്രൊസീഡ് ചെയ്യുക, ഇല്ലെങ്കിൽ നോ എന്ന് പറയുക, ഒഴിവാക്കുക. അധികം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നമ്മള് ആ ഒരു ആൻസർ പറയാൻ, അല്ലെങ്കിൽ പെട്ടെന്നൊരു അഡ്വർടൈസ്മെന്റ് അല്ലെ പെട്ടെന്നൊരു സിനിമ വരുമല്ല ചെയ്യുന്നത്. അപ്പം ചേട്ടാ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമല്ല, ചേച്ചി ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറയുന്നത് അതിന് വേണ്ടി 2 ദിവസം എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആവശ്യമില്ലാത്ത മെസ്സേജുകൾ ഇഗ്നോർ ചെയ്യുക. വീണ്ടും അവര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളുടെ മനസ്സിലേക്ക് തന്നിട്ടുള്ളവ ഇവര് ആൻസർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് സിനിമ കിട്ടില്ല, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കിട്ടില്ല എന്നുള്ളതായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പൊ അവരോട് ആൻസർ പറയേണ്ട ആവശ്യമില്ല. 2 ദിവസം കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 3-ാമത്തെ ദിവസം വിളിക്കുമായിരിക്കും. നമ്മൾ അവരെ കുറിച്ച് അറിഞ്ഞത് വളരെ അത് തന്നെയാണ് നയന പറയുന്നതനുസരിച്ച് നിശബ്ദത, അതല്ലെങ്കിൽ ഒഴിവാക്കലാണ് ഏറ്റവും നല്ല മറുപടി, അല്ലെ? അത് തന്നെയായിരിക്കാം ഇതുപോലുള്ള പെൺകുട്ടികൾ ചെയ്യേണ്ടത്. നോ പറയുമ്പോൾ ഒരുപക്ഷെ അവരുടെ കരിയറിനെ ബാധിക്കാം, അതിനപ്പുറം ഒഴിവാക്കാം, ഇഗ്നോർ ചെയ്യാം. അത് തന്നെയാണ് നയന. ഒരു അവസാനമായ ഒരു കാര്യം കൂടി, ഈ സിനിമാ രംഗത്തേക്ക് വരുന്നതിന് മുൻപുള്ളൊരു ചവിട്ടുപടിയാണ്, ഒരു തുടക്കമാണ് ഈ മോഡലിംഗ്. അതുകൊണ്ട് തന്നെ അഭിനയത്തോട് താല്പര്യമുള്ളവരൊക്കെ, ഒട്ടുമിക്ക കുട്ടികളും മോഡലിംഗ് രംഗത്തേക്കാണ് ആദ്യം വരുന്നത്. ഇത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇത് മോശമായിട്ടുള്ള രംഗമാണ്, ഒരു മേഖലയാണ്, ഡ്രഗ് ഉപയോഗമുണ്ട്, ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നു. അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു പ്രൊഫഷനാണോ, അതല്ലെങ്കിൽ ചില ആളുകൾ മാത്രം ഇതിനെ ഒരു മോശമാക്കുന്നു എന്നുള്ളതാണോ നയനയുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്? ഇപ്പോ എല്ലാ മേഖലയിലും എല്ലാ
ആൾക്കാരിലും നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നതാണെങ്കിലും സ്ത്രീകളോടുള്ള ബഹുമാനമില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാ മേഖലയിലും സംഭവിക്കുന്നതാണ്. സിനിമ അല്ലെങ്കിൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടി അവരെ പബ്ലിക്കലി അറിയും, ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു ഹോർഡിങ് കാണുമ്പോൾ അത് നയനയല്ലേ എന്ന് ചോദിച്ചാൽ അവൾ അങ്ങനെയാണ് എന്ന് പറയാൻ തരത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ മാറുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഈ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി പബ്ലിക് ആവുന്നത്. എല്ലാ മേഖലയിലും ഈ ഒരു കാര്യം നടക്കുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഒഴിവാക്കുക എന്നുള്ളത് മാത്രം. മീൻസ് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, അത് മാത്രമാണ് തോന്നിയിട്ടുള്ളത്. മാക്സിമം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തന്നെ നോക്കുക, അതൊക്കെ തന്നെ. ഇങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കുക, ക്വസ്റ്റ്യൻസുകൾ ഒഴിവാക്കുക. വളരെ വിലപ്പെട്ട നിർദ്ദേശമാണ് നയന പ്രസാദ്, പ്രമുഖ മോഡലും നടിയുമായിട്ടുള്ള നയന പ്രസാദ് പങ്കുവച്ചത്. കോഴിക്കോട് PVS നഴ്സിംഗ് സ്കൂളിലെ അധ്യാപികയാണ്. ഈ അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ മോഡലിംഗ് രംഗത്തും അഭിനയ രംഗത്തും വളരെ സജീവമാണ്. ഇന്നത്തെ പെൺകുട്ടികൾ പലപ്പോഴും ഈ മേഖലകളിലേക്ക് വരുമ്പോൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അവർ കരിയർ സ്വപ്നം കണ്ടു ഈ രംഗത്തേക്ക് വരുന്നവരാണ്. അവിടെ നോ പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ കരിയറിനെ ബാധിക്കുമോ എന്ന ആശങ്ക. പക്ഷെ അവിടെ കൃത്യമായൊരു നിർദ്ദേശമാണ് പുതിയ തലമുറയിലുള്ള പെൺകുട്ടികൾക്ക് നയന പങ്കുവെക്കുന്നത്. അവരോട് നോ പറയാതെ ഇത്തരം ഒരു ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ പറയാം. ഇപ്പം നമ്മള് ഇതൊരു പ്രൊഫഷൻ, ഇപ്പം നഴ്സിംഗ് പഠിക്കുന്നതാണെന്നുണ്ടെങ്കിലും എഞ്ചിനീയറിംഗ് പഠിക്കുന്നതാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു സർട്ടിഫൈഡ് ആണ് ഇതെല്ലാം. ഇത് ഒരു എന്താ പറയാ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇതിന്റെ ഒരു റൂൾസിൽ പോകുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ പ്രൊഫഷണലി പഠിച്ചെടുക്കുന്നത്. ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് കാസ്റ്റിംഗിന്റെ കോഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതൊക്കെ എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ളത് അറിയില്ല. ടെക്നിക്കുകൾ പഠിക്കുക, അഭിനയിക്കുന്ന ടെക്നിക്കുകൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് മൂവിയിൽ വർക്ക് ചെയ്യേണ്ടത്. എൻഡ് ഓഫ് ദ ഡേ മൂവി എന്ന് പറയുമ്പോൾ ഒരാളിലേക്ക് മാത്രം, അല്ല നയന എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് അതിന് പുറകെ പോകുന്നത്. അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി നമ്മൾ പഠിച്ചിട്ട് നമുക്ക് നോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി പോരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. എനിക്ക് ഇപ്പൊ നേഴ്സായിട്ട് വർക്ക് ചെയ്ത് എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല, അതാ ഞാൻ പോവാന്ന് പറഞ്ഞ് പോവാം. പക്ഷേ സിനിമ എന്ന് പറയുന്നത് എവിടെയും പോയി നമ്മൾ പഠിച്ചിട്ടുള്ളതല്ല. ചിലപ്പം ചെറിയ ഈ പറയുന്ന കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോവുക. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എടുക്കേണ്ട കുറെ പ്രിക്കോഷൻസ് എടുക്കുക, നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം പോവുക. ഇത് വ്യക്തികളെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അവരുടെ അടുത്തേക്ക് പോവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും ഈ സിനിമ എന്ന മേഖലയിലാണെങ്കിലും അതേപോലെ തന്നെ മോഡലിംഗിലാണെങ്കിലും ഒരു കോള് വരുന്ന സമയത്ത് ആ ചേട്ടാ ഞാൻ ചെയ്യാം, ആ ചേച്ചി ഞാൻ ചെയ്യാം, അയ്യോ എനിക്ക് ആ വർക്ക് പോവാന്നുള്ള അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആദ്യം നിങ്ങളൊരു വില കൊടുക്കുക. അതായത് എനിക്ക് ആദ്യം ഞാൻ വില കൊടുക്കുന്നുണ്ട്, എന്നെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ എനിക്ക് വേണ്ടി 2 ദിവസം വെയിറ്റ് ചെയ്യാൻ തയ്യാറാവണം. അല്ല വേറൊരാൾക്ക് പോകുന്നുണ്ടെങ്കിൽ ഇത് പൊക്കോട്ടെ, ആ ഒരു പേടി ആദ്യം ഒഴിവാക്കണം. ചേട്ടാ അല്ലെ ചേച്ചി ഞാൻ 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പറയട്ടോ, എനിക്ക് പെട്ടെന്ന് ഒരു ആൻസർ പറയാൻ പറ്റില്ല, ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ തീരാവുന്ന പ്രശ്നങ്ങളെ എല്ലാം ഉള്ളൂ. അപ്പൊ എല്ലാവരും അങ്ങനെ ഒന്ന് ചിന്തിക്കാന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാം. വ്യക്തമാണ്. വളരെയധികം നന്ദി. നയന പ്രസാദാണ് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പങ്കുവച്ചത്. പക്ഷേ ഒരു വശത്ത് നയന സൂചിപ്പിക്കുന്ന പോലെ ഇതുപോലുള്ള ദുരനുഭവങ്ങൾ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകാം. അതാണ് ഇന്ന് ന്യൂസ് 18നോട് ഒരു യുവ മോഡലായിട്ടുള്ള പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി നടുക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. തനിക്ക് നേരെ വലിയ മോശമായ രീതിയിലുള്ള അനുഭവമാണ് ഈ മേഖലയിൽ നിന്നും ഉണ്ടായത്. ഇന്നലെ അൽക്കാ ബോണിയോ സമാനമായ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ദുരനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറാകുക, അവരോട് എങ്ങനെ പെരുമാറണമെന്നാണ് നിർദ്ദേശമാണ് നടിയും പ്രമുഖ മോഡലുമായിട്ടുള്ള നയന പ്രസാദ് പങ്കുവച്ചത്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. തൃശൂർ കുന്നംകുളം വൈശ്ശേരിയിൽ യുവാവിനെ ബൈക്കിടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമം. വൈശ്ശേരി സ്വദേശി ജിനീഷിനെയാണ് 3-അംഗ സംഘം ആക്രമിച്ചത്. പരിക്കേറ്റ ജിനീഷിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നാലെ ബൈക്കിലെത്തിയ 3-അംഗ സംഘം രക്ഷപ്പെട്ടു. കഴിഞ്ഞ മാർച്ചിൽ ഉത്സവത്തിനിടുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് ആക്രമണമെന്നാണ് പോലീസ് പറയുന്നത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, ഇത് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ ഈ ജിനീഷിനെ 3-അംഗ സംഘം ആക്രമിച്ചത്?
ടോം, ആ രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. കാരണം ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. 3 അംഗ സംഘമാണ് ഈ ആക്രമണം നടത്തിയത്. ബൈക്കിൽ എത്തിയ സംഘം ജിനേഷിനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷമാണ് ആക്രമിക്കുന്നത്. ഇതിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിക്കുന്നു. അതിനുശേഷം ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പിന്തുടരുകയും വീടിനകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ പിന്തുടർന്ന് ആക്രമിക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ മാരകമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. ഇത് കഴിഞ്ഞ മാർച്ച് 20-ന് ഇതുമായി ഒരു ആക്രമണ സംഭവം ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. മാർച്ച് 20-ന് ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഒരു ഉത്സവത്തിന് അതുമായി ബന്ധപ്പെട്ട് അവിടെ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ അവിടെ മറ്റൊരു സംഘവുമായി ജിനേഷ് കോർക്കുകയുണ്ടായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് അവിടെ 5 പേരെ മർദ്ദിച്ച ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ അക്രമ സംഭവത്തിലെ പ്രതിയാണ് ജിനേഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് ഒപ്പിടേണ്ട കാര്യങ്ങളുണ്ട്. അന്ന് ഈ കേസിൻ്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒപ്പിടേണ്ട കാര്യമുണ്ട്. ഇതിനു വേണ്ടി പോയി പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ അക്രമ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് എന്ന് വിലയിരുത്തുന്നു. കാരണം ഇതിൽ ഉൾപ്പെട്ടവർ തന്നെയാണ് ഈ അക്രമ സംഭവത്തിന് പിന്നിലുമെന്നാണ് കരുതുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ബൈക്കുകളിലെത്തിയ സംഘമായിരുന്നു ഈ അക്രമം നടത്തുന്നത്. ഇയാളെ ഇടിച്ചിട്ട ശേഷം ഇരുമ്പ് വടികൊണ്ട് ആക്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയും അത് തലയ്ക്കും മറ്റും പരിക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഗുരുതര സ്വഭാവത്തിലൊരു കേസായിട്ട് തന്നെയാണ് ഇതിനെ പരിഗണിക്കുകയും ചെയ്യുന്നത്. ഈ രീതിയിലൊരു എന്താ ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഒരു പക തീർക്കുന്നത് പോലെയുള്ള ഒരു പെരുമാറ്റമായിട്ടാണ് പോലീസ് വിലയിരുത്തുന്നത്. ആ രീതിയിലേക്ക് ഇവരുടെ ഒരു പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ട്. ഈ 2 സംഘങ്ങളിലും പെട്ടവർക്ക് ഏതെങ്കിലും രീതിയിൽ അക്രമി സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ തവണയുണ്ടായ മാർച്ചിലുണ്ടായിരുന്ന സംഭവത്തിൻ്റെ പക തീർക്കുവാൻ വേണ്ടി കാത്തിരുന്ന ഇങ്ങനെ കൃത്യമായൊരു പ്ലോട്ട് ആസൂത്രണം ചെയ്യുകയും എല്ലാ തവണയും പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ട് തിരിച്ചു വരുന്ന സമയം എല്ലാം കൃത്യമായി നോക്കി ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് ഈ സംഘം എത്തിച്ചേരുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേറെ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഒപ്പം അന്ന് എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ ആ ക്ഷേത്ര പരിസരത്ത് ആക്രമണം നടന്നത് എന്നതിൻ്റെ കാര്യകാരണങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതായാലും ഈ സംഭവം പോലീസ് കൂടുതലായി അന്വേഷിക്കുന്നു. നിലവിൽ ആരെയും തന്നെ ഒരു കസ്റ്റഡിയിലെടുക്കുന്ന കാര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അന്ന് ഇവർ മർദ്ദിച്ച സംഘം ഏതാണ്ട് 5 പേരെ മർദ്ദിച്ച സംഭവത്തിലാണ് ജിനേഷിനെതിരെ കേസുണ്ടായിരുന്നത്. ഇവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. അവരാരെങ്കിലും ഇതിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അതോ അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. വൈകാതെ അറസ്റ്റ് അടക്കമുള്ളൊരു കാര്യങ്ങളിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. ഇയാൾ അടിയേറ്റ് നിലത്ത് വീണതിന് ശേഷവും അവിടുത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ ഇയാൾ ചികിത്സയിൽ തുടരുകയാണ്. ടോം. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലാണ് യുവാവിനെ ബൈക്കിടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായത്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ലോറിയടക്കം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി തെരച്ചിൽ ഊർജിതം. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തി. റഡാർ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ JCBകൾ സ്ഥലത്തെത്തിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് NDRF, ഫയർഫോഴ്സ്, പോലീസ്, നേവി എന്നിവരുടെ സംയുക്ത തിരച്ചിൽ പുനരാരംഭിച്ചത്. അർജുനടക്കം 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. Going on, there is a missing complaint of both a person as well as the lorry. So adu 3 people missing idare. Adaralli in that 1 person is this. So we are doing the rescue operations. Don't blame that they are not working. They are working by 24/7. Night also we cannot work because siding we cannot say that Baba how it will come and all this. This is a mistake. What we are during the road construction, this mistake has happened. For that mistake, our people are suffering. During the construction, when blasting happens, it leaves one connectivity of the mud, it slowly opens. And when the water pours inside, it will crack in between and it will collapse. KV ബൈജു ചേരുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്ന്. ബൈജു, വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജുന് വേണ്ടി മലയാളികൾ ഒന്നടങ്കം. എങ്ങനെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്?
ടോമെ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മന്ത്രി കുമാരസ്വാമി ഈ പ്രദേശം ഇപ്പോൾ സന്ദർശിച്ച് മടങ്ങുന്നതാണ്. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് അതിൽ അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്നും യാത്ര തിരിച്ചിരിക്കുന്നത് ഇപ്പോൾ ആ അപകടം നടന്ന സ്ഥലത്ത് സന്ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹം തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത്. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. അദ്ദേഹം ഇപ്പോൾ തിരിച്ചു പോയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഈ സ്ഥലം സന്ദർശിക്കാനായി എത്തിയത്. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു പോയിരിക്കുന്നു. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ ഊർജിതമായ തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ നമുക്ക് കാണാൻ സാധിച്ചത് അത്തരത്തിൽ വലിയ ഊർജിതമായ തിരച്ചിൽ തന്നെയാണ്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ഇത്തരത്തിൽ ഒരു ലോറിയുടെ സിഗ്നൽ ലഭിച്ചു എന്നത് തന്നെയാണ്. ഈ വാർത്ത നമ്മൾ തന്നെയാണ് ആദ്യം പുറത്തുവിടുന്നതും. എന്തായാലും നിരവധി ആളുകളാണ് ഈ പ്രദേശത്ത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് തത്സമയം കാണാം. നിരവധി ആളുകൾ നിരവധി വാഹനങ്ങളിലും മറ്റുമായി ഇപ്പോൾ ഇവിടത്തേക്ക് ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ കന്നഡ ചാനലുകളും ഇന്ന് രാവിലെ മുതൽ സജീവമാണ് ഈ വാർത്തയിൽ. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിരവധി വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇതിപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ട് സമീപത്തോടുകൂടിയുള്ള ഒരു പ്രദേശമാണ്. ഇതിനപ്പുറം ആർക്കും തന്നെ പ്രവേശനമില്ല. ഇവിടെ വാഹനങ്ങൾ തടയുന്നുണ്ട്. പോലീസ് പ്രത്യേക ബാരിക്കേഡ് തീർത്ത്. എന്നാലും കുമാരസ്വാമിയുടെ വാഹന വ്യൂഹമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ ഇത്തരത്തിൽ ഊർജിതമായ തെരച്ചിലാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വലിയ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ റഡാർ ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഇന്ന് കൊണ്ടുവന്നതും ഇത്തരത്തിൽ തെരച്ചിലിനായി ഉപയോഗിച്ചതും. അതുകൊണ്ട് തന്നെയാണ് ഈ ലോറിയുടെ ഒരു പൊസിഷൻ ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചു. ആ പ്രദേശത്താണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്നത്. 5ഉം 6ഉം JCB ഉപയോഗിച്ച് ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള സംവിധാനങ്ങൾ ഇന്ന് ഉണർന്നു പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ. ചൊവ്വാഴ്ചയാണ് ഈ അപകടം നടന്നത്. ഇപ്പോൾ 100 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഈ അർജുൻ ഉൾപ്പെടെ കാണാതായിട്ട്, ലോറിയും അർജുനും ഉൾപ്പെടെ കാണാതായിട്ട്. കൂടുതൽ ആളുകൾ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് പ്രദേശവാസികളും പറയുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായ ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. പുഴയിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. പുഴയിൽ ഒരു സ്ത്രീ ഒഴുക്കിൽപ്പെട്ട് പോയിട്ടുണ്ട്. അത് കണ്ടവരുണ്ട് അത്തരത്തിൽ ഒഴുക്കിൽപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേവിയുടെ സംഘം ഇത്തരത്തിൽ പുഴയിലും പരിശോധന നടത്തുന്നുണ്ട്. ഏതായാലും ഈ ലോറി ഉള്ള സ്ഥലം ഏകദേശം സൂചന നമുക്ക് ലഭിക്കുന്ന ലോറി എന്ന് തന്നെയാണ് സൂചന ലഭിക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ആ സ്ഥലത്ത് മണ്ണുകൾ മാറ്റാനുണ്ട്. വലിയ തോതിൽ മണ്ണുകൾ അടിഞ്ഞുകൂടിയ ഒരു സാഹചര്യമാണ് ആ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ സമയമെടുക്കും. ഇന്ന് വൈകിട്ടോടുകൂടി ആ മണ്ണ് മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നേരത്തെ ജില്ലാ കളക്ടറും ഒപ്പം SP-യും പങ്കുവച്ചത്. ഏതായാലും ദൃശ്യം, ഈ മുകളിലുള്ള ദൃശ്യം നമ്മൾ ആണ് ആദ്യം പുറത്ത് വിടുന്നത്. ഈ സംഭവം ഈ 3 കിലോമീറ്റർ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ശിരൂരാണ്. ശിരൂരിന്റെ 3 കിലോമീറ്റർ മാറിയാണ് അപകടം നടന്ന ആ സ്ഥലത്തേക്ക് ഇപ്പോൾ കയറ്റിവിടുന്നില്ല. ഇന്ന് 11:30 കൂടിയാണ് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. തത്സമയം അവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് നൽകാനും കഴിഞ്ഞു, പ്രേക്ഷകർക്കായി നൽകാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് ആ ദൃശ്യങ്ങൾ തന്നെ പറയും. ഒരു പുഴ, സമീപ പ്രദേശത്തെ പുഴ പൂർണ്ണമായും നികത്തിയ നിലയിലാണ്, മണ്ണിട്ട് നികത്തിയ നിലയിലാണ്. വലിയ ഉരുളൻ കല്ലുകളും അതുപോലെ തന്നെ ചെളി നിറഞ്ഞ ഒരു കാലാവസ്ഥയുമാണ്. ഏതായാലും വലിയ അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ ഏത് സമയത്തും വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറിനകം നമ്മളെല്ലാം തന്നെ അവിടെ നിന്ന് മാറുന്ന ഒരു സാഹചര്യമാണ് നടന്നിട്ട് 3-4 ദിവസമാകുന്നു. ഇത്രയും ദിവസമായിട്ടും ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു വേണ്ട രീതിയിലുള്ള ഒരു നടപടികൾ ഉണ്ടായില്ല. ഊർജിതമായ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ല. മാധ്യമങ്ങളടക്കം ശ്രദ്ധ ചെന്നത് പിന്നെയാണ് അല്പം ഊർജിതമായുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായതെന്ന വിമർശനമൊക്കെ ഉയർന്നിരുന്നല്ലോ. ഇത് ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ്? അവിടുത്തെ കാലാവസ്ഥ ഏതെങ്കിലും രീതിയിൽ ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടോ ബൈജു? ടോമെ, കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് കാലാവസ്ഥയിൽ നല്ല കാലാവസ്ഥയാണെന്നുള്ളത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ചെറിയ ചാറ്റൽ മഴ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തും ചാറ്റൽ മഴയുണ്ട്. പക്ഷെ അതേതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ തിരച്ചിലിനെ ബാധിക്കില്ല. കാരണം അത്രത്തോളം പ്രതിരോധമായ ഒരു കാലാവസ്ഥയല്ല ഉള്ളത്. അനുകൂല കാലാവസ്ഥ തന്നെയാണ് ഉള്ളത് എന്നാണ് ഇപ്പോഴും കലക്ടർ വ്യക്തമാക്കിയത്. ചാറ്റൽ മഴ മാത്രമാണ്. വലിയ മൂടിക്കെട്ടിയ മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. തുടർച്ചയായ 4-5 ദിവസങ്ങൾ ഈ പ്രദേശത്ത് മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലേറ്റവും
ടോം സൂചിപ്പിച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ചൊവ്വാഴ്ച രാവിലെ 8:30 നടന്ന ഒരു അപകടം, അതിനുശേഷം അന്ന് വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം നടത്തി 7 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കുന്നിന് താഴെ ഒരു ചായക്കടയുണ്ടായിരുന്നു. ഈ ചായക്കട കേന്ദ്രീകരിച്ചാണ് ഇവിടെ ലോറികളൊക്കെ എത്തിയാൽ താവളമാക്കുന്നതും ഇവിടെ വിശ്രമിക്കുന്നതുമൊക്കെ. അങ്ങനെയാണ് അർജുന്റെ വാഹനവും ഇവിടെ എത്തിയതും പുലർച്ചെ 3 മണിക്ക് ഇവിടെ വിശ്രമിക്കാനായി ഇവിടെ ലോറി നിർത്തിയിട്ടതും. അപ്പോഴാണ് 8:30യോടുകൂടി വലിയ മല ഇടിഞ്ഞ് ഈ താഴേക്ക് പതിച്ചത്. എന്തായാലും ഈ മണ്ണിനടിയിൽ ഈ ലോറി ഉണ്ട് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതേസമയം അർജുന്റെ കാര്യത്തിൽ അർജുൻ ജീവനോടെ പുറത്തേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് രക്ഷാപ്രവർത്തകർ നടത്തുന്നത്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമല്ല, അനുകൂലമായ കാലാവസ്ഥ തന്നെയാണ് ഇവിടെയുള്ളത്. ഇപ്പോഴും ചെറിയ ചാറ്റൽ മഴ അത് വലിയ തോതിൽ ബാധിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴും ആ പ്രദേശത്ത് ഭീകരാവസ്ഥയാണ്. ആ പ്രദേശത്ത് നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെട്ടിരിക്കുന്നു. കിലോമീറ്ററോളം ദൂരമാണ് ഈ വലിയ മലയുടെ ഭാഗം അടർന്ന് താഴേക്ക് വീണത്. അത് ഇതിൽ ഏറ്റവും പ്രധാനം ഈ റോഡ്, നമ്മൾ ഈ കാണുന്ന റോഡ് പൂനെ മംഗളൂരു എല്ലാ വാഹനങ്ങളും ഈ കടന്നു പോകുന്ന ഒരു ദേശീയപാതയാണ്. ദേശീയപാതയിലാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായത്. പക്ഷേ ആ സമയത്ത് വലിയ തോതിലുള്ള വാഹനങ്ങൾ ഇതുവഴി ഉണ്ടായിരുന്നില്ല. രാവിലെ 8:30 ആയതുകൊണ്ട് തന്നെ പല ലോറികളും ഈ സമയത്ത് വിശ്രമിക്കുന്ന ഒരു സമയമാണ്. 9-10 മണിയാകുമ്പോൾ മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഒരു ഡ്രൈവർ തന്നെ നമ്മോട് പറഞ്ഞത് 1 മണിക്കൂർ വൈകി, അതുകൊണ്ട് താൻ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ്. അദ്ദേഹം ഇപ്പോഴും നമുക്ക് അരികിലായ ഒരു സ്ഥലത്ത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാഹനം, പത്തനംതിട്ട സ്വദേശിയാണ്, വാഹനം നിർത്തിയിട്ട് ഇപ്പോഴും ഇവിടെ തന്നെ കഴിയുകയാണ്. ഇവിടുന്ന് ഈ ഭാഗങ്ങളിലൂടെ വേണം അപ്പുറത്തേക്ക് കടക്കാൻ. പക്ഷേ ആ വഴി ഈ പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെങ്കിൽ വലിയ തോതിലുള്ള പ്രവർത്തികൾ നടത്തേണ്ടിയിരിക്കുന്നു. കിലോമീറ്ററോളം ദൂരത്തിൽ ചെളിയും മണ്ണും കല്ലും റോഡിൽ പതിച്ചിരിക്കുന്നു. പക്ഷെ മാത്രമല്ല ആ ഭാഗങ്ങളിൽ വീണ്ടും മലയിടിച്ചിലിന് സാധ്യതയുണ്ട്. അത്തരത്തിൽ മലകൾ ഇളകി നിൽക്കുന്ന ഭാഗത്തിൽ കാണാം. നമ്മൾ തന്നെ അവിടെ എത്തുമ്പോൾ ഈ രക്ഷാപ്രവർത്തകർ നമ്മോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മാറിപ്പോകാനാണ് പറഞ്ഞത്. കാരണം ഏത് സമയത്തും ഒരു ദുരന്തം ഉണ്ടാകുന്ന തരത്തിൽ ഇത്തരത്തിൽ മലകൾ താഴേക്ക് പതിക്കാനായ രീതിയിൽ സാഹചര്യമാണ്. ബൈജുവിലേക്ക് മടങ്ങിയെത്താം. ബൈജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ട്രക്ക് ഡ്രൈവർ ഹംസയുടെ പ്രതികരണം ഒന്ന് കേൾക്കണം. കാരണം ഇവിടെ തുടർച്ചയായി ഇത്തരം മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന പ്രദേശമാണ്. യാത്ര വൈകിയത് കൊണ്ട് മാത്രമാണ് ഷിരൂർ അങ്കോലയിലെ മണ്ണിടിച്ചിൽ നിന്നും രക്ഷപ്പെട്ടതെന്നാണ് പത്തനംതിട്ട സ്വദേശിയായ ട്രക്ക് ഡ്രൈവർ ഹംസ പറയുന്നത്. സ്ഥിരമായി വിശ്രമിക്കാനുള്ള പ്രദേശമാണ് ഷിരൂർ. പുതിയ പാത വന്നതിന് ശേഷം പലയിടത്തും മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ടെന്നും ഹംസ പ്രതികരിച്ചു. ഹംസയുടെ വാക്കുകളിലേക്ക്. ഈ സംഭവം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞങ്ങളിവിടെ വെളുപ്പിന് 3 മണിക്ക് നിർത്തി വെള്ളമെടുത്ത് ബാക്കിയുള്ള ഇതെല്ലാം കഴിഞ്ഞ് പോയതാണ്. ഈ സംഭവം നടക്കുന്ന ദിവസം 1 മണിക്കൂർ താമസിച്ച് ഇല്ലെങ്കിൽ ഞങ്ങളും ഈ സംഭവത്തിൻ്റെ അകത്ത് ഉൾപ്പെടേണ്ട. ഇവിടെ നമ്മൾ അങ്ങോട്ട് കടത്തി വിടത്തില്ല. പോലീസുകാർ പിന്നെ വണ്ടി തിരിച്ച് വിട്ട് പിന്നെ മല വഴിയൊക്കെ കറങ്ങിപ്പോകണം. അത് കാരണം 5 ദിവസം കൊണ്ട് ഇവിടെ കുടുങ്ങി കിടക്കുക. സ്ഥിരം വരുന്നു. ഈ റോഡെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെയാണ് കൂടുതലും മണ്ണിടിച്ചിൽ. ഇവിടെ ഇടിയും എല്ലാപ്പുരം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഇടിയും. പിന്നെ ഇവിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ നമുക്ക് വേണ്ടുന്ന സഹായങ്ങളൊന്നും ചെയ്തു തരാറില്ല. അതേപോലെ അവരിപ്പോൾ അവിടെ ചെന്നു വണ്ടി തിരിച്ചു ഇവിടെ കൊണ്ടുവിട്ടു. അവരവരുടെ ഇതിന് പോയി. മാറ്റാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് വാഹനങ്ങൾ പോകാനോ അല്ല മറ്റുള്ള ഇതെല്ലാം അവരുണ്ടാക്കും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളൊരു സംവിധാനം ഇത്രയും ദിവസമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിവിടെ വന്നിട്ട് ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടുകൂടി എത്തിയ ഈ സംഭവം നടക്കുന്നത് 8:45. ആ സമയത്ത് നമ്മൾ എത്തണ്ട. ഇവിടെ നമ്മുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടും. ഇഷ്ടം പോലെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞു പോയി ഓരോരുത്തർക്ക് താന്നും ഇതൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. KV ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, ഈ ട്രക്ക് ഡ്രൈവർ ഹംസ പറഞ്ഞത് പതിവായി ഈ പുതിയ പാത വന്ന ശേഷം ഇത്തരം മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ട്. ഇതുപോലുള്ള ഒരു അപകടം ഇതിനു മുൻപ് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലുള്ള വലിയ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അവിടെ? തീർച്ചയായും ഈ കാലവർഷത്തിൽ വലിയ അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ ദേശീയപാതയിൽ ഈ പ്രദേശങ്ങളിലെല്ലാം നിൽക്കുന്നത്. പ്രധാനമായും ഈ വലിയ കുന്നുകൾ അശാസ്ത്രീയമായ രീതിയിൽ ഇടിച്ച് ഒരു റോഡ് നിർമ്മിച്ച രീതിയിലാണുള്ളത്. ഈ അപകടം നടന്ന പ്രദേശം തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കാരണം ഒരു ഭാഗം മുഴുവൻ പുഴയാണ്, വലിയ തോതിലുള്ള കുത്തൊഴുക്കുള്ള ഒരു പുഴയാണ്. അതിന്
തൊട്ട് സമീപത്തായാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. ആ മല അശാസ്ത്രീയമായ രീതിയിൽ കുത്തനെ ചെരിവില്ലാത്ത രീതിയിൽ കുത്തനെ ഇടിച്ചാണ് ഈ റോഡ് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വലിയ മല താഴോട്ട് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ടവർ ഇതിന് മുകളിലുണ്ടായ വലിയ ടവറൊക്കെ താഴേക്ക് പതിച്ച ഒരു രീതിയാണ്. അത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിലാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണം എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലവും അപകടകരമായ ഒരു സ്ഥലം തന്നെയാണ്. എനിക്ക് പിറകിൽ കാണുന്ന ഈ ചെമ്മണ്ണ് അത് ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്ന രീതിയിലാണ്. ഇവിടെയും പോലീസ് നമ്മളെ നിൽക്കാൻ അനുവദിക്കുന്നില്ല. കാരണം ഇവിടെ ഒരു മലയിടിച്ചിലിന് സാധ്യതയുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഏറ്റവും അടുത്തൊരു 3 കിലോമീറ്റർ മാറിയാണ് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ശിരൂരിലെ ഈ സ്ഥലം. ഇത് അപകടത്തിന് സമീപം തൊട്ട് അടുത്താണ്. ഇപ്പോൾ എന്തായാലും ഈ അർജുനെ കണ്ടെത്തുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇന്നു മുതലാണ് ഈ അന്വേഷണം, ഈ അർജുനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയത്. ഇന്നലെയൊക്കെ മന്ദഗതിയിലായിരുന്നു. 3 JCB ഉപയോഗിച്ച് മേൽമണ്ണ് മാത്രം നീക്കം ചെയ്യുന്ന ഒരു തരത്തിൽ പ്രവർത്തനമായിരുന്നു നടന്നത്. അത് 9 മണിയോടുകൂടി തന്നെ ആ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് പുലർച്ചെ 6:30 തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു. 100ഓളം NDRF ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം ഫയർഫോഴ്സ്, പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഈ ശിരൂരിൽ എത്തി എന്നതാണ് ഏറ്റവും പ്രത്യേകത. 16-ാം തീയതി അപകടം നടന്ന സമയത്ത് അന്ന് വൈകിട്ട് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് ഇവർ തിരിച്ചു പോവുകയായിരുന്നു. അതിനുശേഷം കേരളത്തിൽ നിന്നും ഉള്ള അർജുൻ ഇത്തരത്തിൽ ലോറിയുമായി ഈ കാണാതായിട്ടുണ്ട്, ഈ മണ്ണിടിച്ചിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന വാർത്ത വരികയും പിന്നീട് വലിയ ഇടപെടലുകൾ ഉണ്ടായതും ചെയ്തതോടുകൂടിയാണ് ഈ തെരച്ചിൽ ഊർജിതമാക്കിയത്. അതിനുശേഷം ഇന്ന് വലിയ തോതിലുള്ള ഏതായാലും തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. എല്ലാ ഉദ്യോഗസ്ഥരും SP, കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ ക്യാമ്പ് ചെയ്താണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഈ ലോറിയുടെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടെത്താൻ ഉടൻ തന്നെ കഴിയുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. ഏതായാലും ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. നമ്മൾ അവിടെ നിന്നും താഴെ ഇറങ്ങിയിട്ട് ആ ലോറി ഉണ്ട് എന്ന ലൊക്കേഷൻ, അതായത് ഈ ഇത്തരത്തിൽ റഡാറിൽ കണ്ടെത്തിയ സ്ഥലത്താണ് ഇപ്പോൾ കൃത്യമായ മണ്ണെടുക്കുന്നത്. മണ്ണെടുത്തതിന് ശേഷം ആ ലോറി കണ്ടെത്താനാകുമെന്ന ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് നമ്മോട് അവർ പങ്കുവച്ചത്. കുടുംബത്തിലെ 2 പേർ ഈ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ട്. ബാക്കി എല്ലാവരെയും അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇവരോടും ദൃശ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചിത്രീകരിക്കുകയോ മാധ്യമങ്ങളോട് വിവരങ്ങൾ പങ്കുവെക്കുകയോ ചെയ്യരുതെന്ന കർശന നിർദ്ദേശത്തോടു കൂടിയാണ് ആ പ്രദേശത്തേക്ക് അവരെ കൊണ്ടുപോയതും. നമ്മളെ തന്നെ ഇവിടുത്തെ കാർവാർ MLA ഇടപെട്ട് പോലീസ് ഇത്തരത്തിൽ അവിടത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടും അദ്ദേഹമാണ് നമ്മളെ ആ പ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അദ്ദേഹം ഇടപെട്ടതുകൊണ്ടാണ് അവിടെ പോകാൻ കഴിഞ്ഞതും അവിടുത്തെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും. ഏതായാലും രാവിലെയൊക്കെ എന്താണ് അവിടെ സംഭവിക്കുന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ആ സമയത്താണ് നമുക്ക് അവിടെ എത്താൻ സാധിച്ചതും തത്സമയം എല്ലാ ദൃശ്യങ്ങളും നമുക്ക് നൽകാൻ സാധിച്ചതും. എന്തായാലും വലിയ തോതിലുള്ള ഒരു അപകടം തന്നെയാണ് നടന്നതെന്ന് ദൃശ്യങ്ങൾ കൃത്യമായി ദൃശ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ രീതിയിൽ വലിയ ചെളിയും മണ്ണും കല്ലും ഒക്കെ റോഡിൽ സൈഡിൽ കാണാം. എന്തായാലും ഇതുവഴിയുള്ള ഗതാഗതം പുനരാരംഭിക്കണമെങ്കിൽ ഇനി ദിവസങ്ങളോളം എടുക്കും, ചിലപ്പോൾ ആഴ്ചകളോളം എടുക്കാനാണ് സാധ്യത. അത്തരത്തിൽ മണ്ണും ചെളിയും ഒക്കെ ഇവിടെ കെട്ടി കിടക്കുന്നുണ്ട്. ഒരു കിലോമീറ്ററോളം 1-2 കിലോമീറ്ററോളം ദൂരത്തിൽ ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ഏതായാലും ഒരു ഭാഗത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോവ ഈ ഭാഗത്താണ്. തിരിച്ച് അപ്പുറം ഭാഗം മംഗളൂരിൽ നിന്നും വരുന്ന ഭാഗമാണ്. ആ ഭാഗത്തും നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. 2 വശത്തുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇപ്പോൾ ഇനി മറ്റിടങ്ങളിലെ മണ്ണ് നീക്കുന്നതൊക്കെ നിർത്തിവെച്ച് ലോറി കണ്ടെത്തി എന്ന് റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ഇപ്പോൾ കൃത്യമായി മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ണ് മുഴുവൻ നീക്കിയതിന് ശേഷം ഈ ലോറി കണ്ടെത്താൻ കഴിഞ്ഞാൽ അർജുനെ ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് കുടുംബങ്ങളും ഒപ്പം ബന്ധുക്കളും നമ്മൾക്കും ഏതായാലും പങ്കുവെക്കാനുള്ളത്. ടോം, അത് തന്നെയാണ്. കുടുംബം വലിയ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. കാരണം ഇത്രയും സമയമായി ഈ അർജുനെ കാണാതായിട്ട്. പക്ഷെ അതിൻ്റെ ആശങ്ക അവർക്കുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ അനാസ്ഥ ഉണ്ടായതായി അർജുൻ്റെ കുടുംബം ആരോപിക്കുന്നുണ്ട്. നിർണായകമായ ആദ്യ 48 മണിക്കൂറിൽ രക്ഷാപ്രവർത്തനത്തിൽ കാലതാമസം ഉണ്ടായതായാണ് കുടുംബം പറയുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പ്രതീക്ഷ വന്നെങ്കിൽ രാത്രിയോടെ തെരച്ചിൽ നിർത്തുകയായിരുന്നുവെന്നും അർജുൻ്റെ സഹോദരി പ്രതികരിച്ചു. തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്ന് സംഭവസ്ഥലത്തുള്ള അർജുൻ്റെ ഭാര്യ സഹോദരൻ ന്യൂസ് 18നോട് പറഞ്ഞു. അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും ജിതിൻ വ്യക്തമാക്കി. ഇന്നലെ ശരിക്കും കാര്യക്ഷമമായിട്ട് നമ്മുടെ ഈ ന്യൂസിന്റെയും നമ്മുടെ നാട്ടിലെ ഈ ഗവൺമെന്റിന്റെയും ജനപ്രതിനിധികളുടെ ഇടപെടൽ മൂലം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത്. ഉണ്ട്, ഞാൻ പ്രതീക്ഷ അവനെ ജീവനോടെ തിരിച്ചു കിട്ടുന്ന 100% വിശ്വാസമുണ്ട്. ജീവന്റെ എന്തെങ്കിലും കണിക നിലനിർത്താനുള്ള അത് അർജുനാണ് നിലനിർത്തുക. ശ്രമിക്കുന്നുണ്ടാവും, എല്ലാവരും അവരുടെ രീതിയിൽ ശ്രമിക്കും. കാരണം ഇത്
ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമ്മുടെ ഒരു ആള് പറഞ്ഞത് കൊണ്ടോ ഇന്നാൾ പറഞ്ഞത് കൊണ്ടോ ഇല്ലാന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. കുടുംബത്തിൽ ഞാനുണ്ട്, അർജുന്റെ അനിയനുണ്ട്, അർജുന്റെ ഒരു കസിനും ഉണ്ട്. അർജുൻ ജീവനോടെ തന്നെ തിരിച്ച് വരും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുമുള്ളത്. ഒപ്പം നമ്മളും അതേ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ കാത്തിരിക്കുന്നതും. ഇന്നേക്ക് 5 ദിവസമായി ഈ സംഭവം നടന്നിട്ട്. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും ഭയങ്കര അനാസ്ഥ അവിടെ നടന്നിട്ടുണ്ട്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ ഒരു തെരച്ചിൽ വലിയ രീതിയിൽ നടക്കുന്നത്. ഈ ഒരു തെരച്ചിൽ അന്ന് മുതലേ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ആദ്യത്തെ ഒരു 48 മണിക്കൂർ ഭയങ്കര ഡിലേ ആണ് വന്നത്. നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്നലെ അവനെ കണ്ടു കിട്ടിയിട്ട് ഇത് നിർത്തൂന്ന് വിചാരിച്ചു. എന്നെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. നമ്മളെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥയും ഉണ്ടായിട്ടില്ല. ആസ് എ കോമൺ പീപ്പിൾ നമ്മൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് മുതൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഡിലേയും വന്നിട്ടില്ല. പിന്നെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മീഡിയയോ അല്ലെങ്കിൽ മിനിസ്ട്രി ലെവലിലോ നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ അവിടെ ഒരു പോലീസ് ഉണ്ട്. ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിച്ചു. അവരുടെ അടുത്ത് പറഞ്ഞു കാര്യങ്ങൾ. അവരതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. ആ പ്രതീക്ഷ കൈവിട്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു സഹായത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മെനയാന്ന് സാറിന്റെ പോയി കാണുന്നതും അതിനുശേഷമുള്ള ഭാഗമായിട്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ആ ഒരു സ്ഥലത്തെത്തിയത്. റെസ്ക്യൂ നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങിയത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്. കർണാടക ശിരൂരിലെ തെരച്ചിലിൽ കർണാടക സർക്കാരിന് വീഴ്ചയില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. കർണാടക മുഖ്യമന്ത്രിയുമായും ഉപമുഖ്യമന്ത്രിയുമായും നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. അത്യന്തം പ്രതികൂല കാലാവസ്ഥയാണ് തെരച്ചിലിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. അതിനിടെ നിരവധി ജനപ്രതിനിധികളാണ് അർജുന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് രംഗത്ത് എത്തുന്നത്. കേരളത്തിന്റെ ഒന്നാകെ പ്രാർത്ഥന അർജുന്റെ കുടുംബത്തോടൊപ്പമുണ്ട്. അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയുണ്ട്. അതിനിടെ മന്ത്രി എ കെ ശശീന്ദ്രനും അർജുന്റെ വീട് സന്ദർശിച്ചു. കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഈ വിവരം അറിഞ്ഞത് ഉടനെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ട്രാൻസ്പോർട്ട് മന്ത്രി ഉൾപ്പെടെ എല്ലാ മേഖലയിലുമുള്ള ഭരണകൂടത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരും മറ്റ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഈ പ്രശ്നത്തിൽ ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. ആ ഇടപെടലിന് ഫലമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടിയ മാധ്യമപ്രവർത്തകന്മാരുൾപ്പെടെ പറയുന്നത് അങ്ങോട്ട് പോകൽ ദുഷ്കരമാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ഭാഗത്തിലാണ് അവിടുത്തെ ഒരു ഭാഗത്തെ മലയുള്ളത്, മറുവശത്ത് നദിയുമാണുള്ളത്. അപ്പോൾ അവിടെ ആളുകളെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രിക്കാത്ത തരമില്ല എന്നുള്ള നിലപാടാണ് അവർക്കുള്ളത്. നമ്മളതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കാരണം രക്ഷാപ്രവർത്തനം കൃത്യമായി നടക്കുക എന്ന നടപടിയിൽ കവിഞ്ഞ് മറ്റൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. എന്നാലും കൃത്യമായ മോണിറ്ററിംഗ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും DGPയുടെ ഓഫീസും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇന്നലെ നടന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദമായ രക്ഷാദൌത്യം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് അവരുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. KV ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, കേരള സർക്കാരും കർണാടക സർക്കാരും അർജുനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ നേരത്തെ കുടുംബം അർജുന്റെ സഹോദരി പറഞ്ഞതുപോലെ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ രക്ഷാപ്രവർത്തന ചില വീഴ്ചകൾ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഇത് മാധ്യമങ്ങൾ നമ്മൾ പോലും അറിഞ്ഞത് 2 ദിവസം പിന്നിട്ട ശേഷമാണ്. ഈ കുടുംബത്തിന് ഈ അർജുന ഈ അപകടത്തിൽപ്പെട്ട വിവരം അറിയാൻ വൈകിയോ, ഈ രക്ഷാപ്രവർത്തനം വൈകിയോ, എന്താണ് ആ സംഭവ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ സമീപവാസികളടക്കം ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്? ഏതെങ്കിലുമുള്ള വീഴ്ച രക്ഷാപ്രവർത്തനത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായും ടോമെ, ഇതിൽ ഏറ്റവും എടുത്ത് കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് നിന്നുണ്ടായ ഈ ഇടപെടൽ തന്നെയാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഫലപ്രദമായി ഇപ്പോൾ ഈ തെരച്ചിലിന് ഇന്ന് ഇത്തരത്തിൽ വേഗത കൈവരിച്ചതും. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 16-ാം തീയതി സംഭവം നടന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 7 പേർ മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ട് അന്ന് വൈകുന്നേരം തന്നെ തിരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ പിന്നീട് ഈ നമ്മൾ കേരളത്തിൽ നിന്നും ഒരാളെ കാണാതായെന്നും ഇത്തരത്തിൽ ലോറി ഉൾപ്പെടെയാണ് കാണാതായിട്ടുള്ളതെന്നുമുള്ള വാർത്ത പുറത്തു വരികയും
അതിനെ തുടർന്ന് ജനപ്രതിനിധികളും മന്ത്രിമാരും ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെടലും ഉണ്ടായതിനെ തുടർന്നാണ് ഇന്നലെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ തിരച്ചിൽ ഒന്ന് ആരംഭിച്ചത് തന്നെ. അതിനുശേഷം ഇന്നലെ വളരെ മന്ദഗതിയിലായിരുന്നു തിരച്ചിലുണ്ടായിരുന്നത്. 2-3 JCB മാത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്ന രീതിയിലായിരുന്നു. അതിനെതിരെ ശക്തമായി കുടുംബം പ്രതികരിച്ചു, കുടുംബം രംഗത്ത് വന്നു. നമ്മളും ഇത് സംബന്ധിച്ച് വലിയ വാർത്തകൾ നൽകി. എന്തായാലും ഈ 300ഓളം കിലോമീറ്റർ ദൂരം നമ്മളും ഇവിടെ എത്തിയത് ഈ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യം അധികാരികൾക്കുണ്ട്. അത് നമ്മൾ കൊണ്ടും അത്തരത്തിൽ വാർത്തകൾ നൽകി ഇവർക്ക് സമ്മർദ്ദമുണ്ടാക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന രീതിയിൽ ഇത്രയും വലിയൊരു സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചതും റഡാർ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഇത്തരത്തിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇന്ന് ആരംഭിച്ചതും. അതായത് മംഗളൂരിൽ നിന്നാണ് ഈ റഡാർ കൊണ്ടുവന്നത്. അത് തീർച്ചയായും കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെ സമ്മർദ്ദം ഉണ്ടാക്കി. KC വേണുഗോപാൽ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. മന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ ഇടപെട്ടിരുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായതിനു ശേഷമാണ് തിരച്ചിൽ ഊർജിതമാക്കിയതെന്ന് പറയേണ്ടി വരും. ഇന്ന് രാവിലെയാണ് യഥാർത്ഥത്തിൽ ഈ തിരച്ചിലിന് ഒരു വേഗത കൈവന്നത്. അപ്പോൾ തന്നെ ഈ ലോറി എവിടെയാണെന്ന് തരത്തിലുള്ള റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്താനും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ ലോറി കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്കും പങ്കുവെക്കാനുള്ളത്. നമ്മൾ ആ സ്ഥലത്ത് പോയ സ്ഥിതിക്ക്, ആ കാര്യങ്ങൾ കണ്ട സ്ഥിതിക്ക് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു മൺകൂന ഇപ്പോൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മൺകൂന മാറ്റിയാൽ ഒരു പക്ഷേ ഇതിനകത്ത് ഈ അർജുൻ സഞ്ചരിച്ച ലോറി ഉണ്ടാകും. ഇനി ആ ലോറി ഏത് അവസ്ഥയിലായിരിക്കും, എത്രത്തോളം അപകടകരമായ സാഹചര്യത്തിലായിരിക്കും, അല്ല സുരക്ഷിതമായി ഉണ്ടാകുമോ, അത്തരം കാര്യങ്ങളിലേക്ക് ഒക്കെ ഇനി അറിയണമെങ്കിൽ ഈ ലോറി പുറത്ത് എടുക്കണം. ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ ടീമുണ്ട്. അത്തരത്തിൽ മുഴുവൻ സജ്ജമായ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ കുമാരസ്വാമി അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രി ഇപ്പോൾ ഈ സ്ഥലം സന്ദർശിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ ശ്രദ്ധ ഈ കാര്യത്തിൽ വന്നിരിക്കുന്നു. അത് മാധ്യമ ഇടപെടൽ ഇതിന് വലിയൊരു പങ്ക് വഹിച്ചു. ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇവിടുത്തെ കന്നഡ ചാനലുകളിലൊന്നും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ ഭാഗത്തുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് അവരും സജീവമായത്. അതോടുകൂടിയാണ് ഇത് വീണ്ടും ഈ വിഷയം ചൂടുപിടിച്ചതും ഇത്തരത്തിൽ ഊർജിതമായ തിരച്ചിലിന് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നതും. എന്നാലും ഇന്ന് രാത്രിയും ഈ തിരച്ചിൽ തുടരുമോ എന്ന കാര്യം അറിയേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതായത് അതിന് മുമ്പ് തന്നെ ഈ ലോറി കണ്ടെത്തുമോ? ഇപ്പോഴും ഈ പ്രദേശത്ത് നിന്ന് നമുക്ക് കൂടുതൽ വിവരം അതിന് 1 മണിക്കൂറിന് ശേഷം നമുക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണെന്ന് സംബന്ധിച്ച് നമുക്ക് അവിടുന്ന് വിവരങ്ങൾ ലഭിക്കും. ഏതായാലും ദൃശ്യങ്ങൾ മറ്റും അവിടെ പോയി ചിത്രീകരിക്കാനുള്ള സാധ്യതയില്ല. കാരണം അത്രത്തോളം ഒരു മണ്ണിടിച്ചൽ ഭീഷണി ആ ഭാഗത്ത് നിലനിൽക്കുന്നത് നേരിട്ട് നമ്മൾ കണ്ടതുമാണ്. ആ രീതിയിൽ അപകടകരമായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. താഴെ ഇളകി വീണ കല്ലുകളും വീണ്ടും താഴേക്ക് പതിക്കാൻ രീതിയിൽ അവിടെ നിരവധി കല്ലുകൾ, അതുപോലെയുണ്ട് മരങ്ങളുണ്ട്. അതുപോലെ ഈ വലിയ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ആ ഭാഗത്ത് കാണാം. ഒരു ഭാഗം, അതായത് ദേശീയപാതയുടെ 4 വരി ദേശീയപാതയുടെ 2 വരി ഭാഗം കാണാനേയില്ല. മുഴുവൻ മണ്ണ് മൂടിയ അവസ്ഥയാണ്. ഒപ്പം പുഴയിലും അതുപോലെ തന്നെ ആ ഭാഗങ്ങളിലെല്ലാം വെള്ളത്തിലും ഇത്തരത്തിൽ മണ്ണ് മൂടിയ അവസ്ഥയാണ്. ഏതായാലും ഈ 2-3 വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് നാട്ടുകാരും പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റിടങ്ങളിലും റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഏതായാലും തുടരുന്നുണ്ട്. ഒരു ലോറി പോലുള്ള വസ്തുവാണ് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് അർജുന്റേതായിരിക്കുമെന്ന ഒരു നിഗമനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബൈജുവിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ആ ലോറിയുടെ ഉടമ മനാഫിന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. മനാഫ് ഈ സംഭവം അറിഞ്ഞ ശേഷം ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്നും മനാഫിന്റെ പ്രതികരണത്തിലേക്ക്. ലോറിയുടെ ഉടമ മനാഫാണ് ന്യൂസ് 8നോടൊപ്പം ചേരുന്നത്. ഏതായാലും മനാഫ്, അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിനേക്കാൾ വലിയ തോതിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ കാണുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഈ ടൈം ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡായിട്ട് ഇതാക്കി എടുക്കാൻ പറ്റും. എത്രത്തോളം മണ്ണ് മാറ്റാനുണ്ട്? എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? മണ്ണ് മാറ്റാനുള്ള അധികം മണ്ണൊന്നുമില്ല. GPS ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്താണെങ്കിൽ അധികം മണ്ണില്ല. നമ്മളെ വണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം മണ്ണില്ല. പക്ഷെ കുറച്ച് ഉള്ളോട്ടേക്കാണ്. കാരണം ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് വേറെയും 10 ആളോളം ഇനിയും അതിൻ്റെ ഉള്ളിലുണ്ട്, 10-ൽ കൂടുതൽ ആളുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ലോക്കൽ ഒരാൾ വന്നിട്ട് കുറച്ച് കളക്ടറായിട്ടൊക്കെ ചൂടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ചായപ്പീടിയുണ്ട്, ആ പീടിയൻ്റെ മേലേക്കാണ് ഈ ഭാഗത്തുള്ള മണ്ണെടുത്തിട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ആളുകളുണ്ടെന്ന് അന്ന് മുതലേ പറയുന്നുണ്ട്. അതിനെ പിന്നെ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നവും വേറെ കിടക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വലിയൊരു പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത് അർജുൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട്. എത്രത്തോളം കുടുംബാംഗങ്ങൾക്കും നിങ്ങൾക്കും ആ പ്രതീക്ഷയുണ്ട്? ഇല്ല, ഇതിപ്പോൾ ഇന്നത്തേക്ക് 5 ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. 5ാമത്തെ ദിവസം സ്റ്റാർട്ടായി. ഇത് ഇപ്പോഴും നമ്മൾ കാത്തു നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അതിൻ്റെ കമ്പനീൻ്റെ ആളുകൾ പറയണ്.
ആ പ്രതീക്ഷയും പിന്നെ അതേമാതിരി അതിലിപ്പോൾ എല്ലാ സാധനവും വണ്ടിൻ്റെ ഉള്ളിലുണ്ട്. വെള്ളമുണ്ട്, ചെറിയ ചെറിയ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. വണ്ടിൻ്റെ ക്യാബിൻ ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് കമ്പനി പറയുന്നത്. വലിയ കല്ലൊന്നും വന്ന് അടിച്ചാലേ ആ ക്യാബിൻ ഉടയുള്ളൂ എന്നും പറയുന്നത്. വലിയ ക്യാബിനൊന്നും പരിക്കില്ലെങ്കിൽ ചാൻസ് ഉണ്ട്, നമ്മളിപ്പോഴും ചാൻസ് ഉണ്ട്. ഇന്നലെ വരെ മൊബൈൽ റിങ് ചെയ്തിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തായാലും ചാൻസ് ഉണ്ട്. എന്തായാലും ജീവന്റെ തുടിപ്പ് ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ബന്ധുക്കളും ഒപ്പം ഇതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാം വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള വളരെ ഊർജിതമായ തെരച്ചിൽ വേണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നതും. കെ വി ബൈജു ആണ്. കെ വി ബൈജുവിനൊപ്പമാണ് ഈ ലോറിയുടെ ഉടമ മനാഫ് ചേർന്നത്. വലിയ പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ലോറിയടക്കം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അർജുന് വേണ്ടി കുടുംബവും കേരളക്കര ഒന്നാകെയും കാത്തിരിക്കുന്നു. നമ്മുടെ മലയാളികളുടെ ഒന്നടങ്കം പ്രാർത്ഥന അർജുന് വേണ്ടിയുണ്ട്. അർജുൻ ജീവനോടെ മടങ്ങിയെത്തുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ്. ന്യൂസ് 18നും അർജുൻ്റെ കുടുംബത്തിന് എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. അർജുൻ മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.